മലബാറിലെ യു.ഡി.എഫിന്റെ ഉരുക്കുകോട്ടയായ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധിയുടെ വരവിനെ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് യു.ഡി.എഫ് പ്രവർത്തകർ. രാഹുൽ ഗാന്ധിയേക്കാൾ പ്രിയങ്കയുടെ ഭൂരിപക്ഷം എത്ര ഉയരുമെന്നതാണ് പ്രധാന ചർച്ച. രാഹുൽ ഗാന്ധി മണ്ഡലം ഉപേക്ഷിച്ചുവെങ്കിലും വി.പി. മണ്ഡലമെന്ന വയനാടിന്റെ മേൽവിലാസം പ്രിയങ്ക ഗാന്ധിയിലൂടെ നിലനിർത്തപ്പെടും. രാഹുൽ ഒഴിഞ്ഞപ്പോൾ പകരം പ്രിയങ്ക ഗാന്ധി. വയനാട് ഗാന്ധി കുടുംബത്തിന്റെ പുതിയ തട്ടകമായി മാറുകയാണ്. എന്നാൽ കുടുംബവാഴ്ചയെന്ന വിമർശനം എതിരാളികളിൽ നിന്ന് ഉയരുമെങ്കിലും പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തെ വയനാട്ടിലെ യു.ഡി.എഫ് പ്രവർത്തകർ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യ തവണ രാഹുൽ ജയിച്ചപ്പോൾ 4,60,000-ലധികം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷമുണ്ടായിരുന്നു. രണ്ടാം തവണ 3,60,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷവും നേടാനായി. ഇനി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ആകാംക്ഷ ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. രാഹുലിൻ്റെ പ്രചാരണത്തിനായി വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ഒറ്റയ്ക്കെത്തിയപ്പോൾ ഒഴുകിയെത്തിയ ആൾക്കൂട്ടം തന്നെയാണ് ഭൂരിപക്ഷം ഉയർത്തുമെന്ന ആത്മവിശ്വാസം യു.ഡി.എഫിന് നൽകുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ പ്രചാരണത്തിന് സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കുറവായിരുന്നെങ്കിൽ ഇത്തവണ ആ പ്രശ്നമുണ്ടാകില്ല. പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ഇടത് സ്ഥാനാർത്ഥിയായി ആനി രാജ തന്നെ മത്സരിക്കാനാണ് സാധ്യത. മണ്ഡലത്തിൽ ബി.ജെ.പി. വോട്ടുവിഹിതം കൂട്ടിയ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. അതാവർത്തിക്കാൻ ആരെ നിയോഗിക്കുമെന്നതും ഇനി അറിയാനുണ്ട്. അതേസമയം കന്നി മത്സരത്തിനായി കേരളത്തിലേക്ക് പ്രിയങ്ക എത്തുമ്പോൾ രാഹുൽ ഗാന്ധി മണ്ഡലമൊഴിഞ്ഞെന്ന വിമർശനത്തെ മറികടക്കാൻ കഴിഞ്ഞതിൻ്റെ ആത്മവിശ്വാസം പ്രചാരണത്തിന് യു.ഡി.എഫിന് കരുത്തായി മാറും. രതീഷ്, അമൃത ന്യൂസ്, വയനാട്.